വെൽക്കം ടു yet another class of MacBeer Teacher. MacBeer ടീച്ചറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റലിൻ്റെ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ മൊഡ്യൂൾ 2 രണ്ടാമത്തെ മൊഡ്യൂളാണ് PSC സിലബസിൻ്റെ. ലെക്ചർ 2 ആണ്. ലെക്ചർ 2ൻ്റെ പാർട്ട് 3 ആണ്. അത് രണ്ട് ഭാഗങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷറിംഗ് ടൂൾസിനെ കുറിച്ചിട്ടായിരുന്നു. മെഷറിംഗ് ടൂൾസിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. അതിൽ തന്നെ നമ്മൾ സ്റ്റീൽ റൂളും മൈക്രോമീറ്ററും വെർനിയർ കാലിപ്പേഴ്സും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തിക്നെസ് ഓഫ് ഷീറ്റ് പറയുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് വയർ ഗേജ് കൂടെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കോമ്പിനേഷൻ സെറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. കോമ്പിനേഷൻ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേ ഔട്ട് വർക്കുകൾക്ക് വേണ്ടിയിട്ട്, മെഷർമെന്റ്സിന് വേണ്ടിയിട്ട്, ആംഗിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കോമ്പിനേഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഇതിന് 4 ഹെഡുകളാണ് ഉണ്ടാവുക. അതായത് ഒന്നാമത്തത് സ്ക്വയർ ഹെഡ്, രണ്ടാമത്തത് പ്രൊട്രാക്ടർ ഹെഡ്, മൂന്നാമത്തത് സെന്റർ ഹെഡ്, നാലാമത്തത് റൂള്. അപ്പം ഇങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ സെറ്റ് ഇരിക്കുന്നത്. ഇതിന് 4 ഹെഡുകൾ ഉണ്ടാവും. ഈ 4 ഹെഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള മെഷർമെന്റ്സും ലേ ഔട്ട്സും ആംഗിൾ ചെക്കിങ്ങും ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഹെഡിനെ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ സ്ക്വയർ ഹെഡ്. ഈ കാണിച്ചിരിക്കുന്ന ഇടത്തെ അറ്റത്തുള്ള ഈ ഭാഗമാണ് സ്ക്വയർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്വയർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫേസ് 90 ഡിഗ്രി ആണ് ചെരിഞ്ഞിരിക്കുന്നത്. ഈ ഫേസ് 90 ഡിഗ്രി ആണ് ചെരിഞ്ഞിരിക്കുന്നത്. ഈ ഫേസ് 90 ഡിഗ്രി ചെരിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ഫേസ് എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫേസ് 90 ഡിഗ്രി ചെരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ 90 ഡിഗ്രി ചെരിഞ്ഞിരിക്കുകയാണ് സ്റ്റീൽ റൂളുമായിട്ട്. ഈ ഫേസ് 45 ഡിഗ്രി ചെരിഞ്ഞിരിക്കുകയാണ് ആരുമായിട്ട്? സ്റ്റീൽ റൂളുമായിട്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതിന്റെ യൂസസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മാർക്ക് ചെയ്യാനും ചെക്ക് ചെയ്യാനും. 90 ഡിഗ്രി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും 90 ഡിഗ്രി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ 45 ഡിഗ്രി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ വർക്ക് പീസുകളിലെ മെഷീനിൽ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഏതിനെ? സ്ക്വയർ ഹെഡിനെ ഉപയോഗിക്കുന്നുണ്ട്. മെഷർ ദ ഡെപ്ത് ഓഫ് ഹോൾസ്. നമ്മൾ വെർനിയർ കാലിപ്പർ പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെപ്ത് മെഷർ ചെയ്യാൻ വേണ്ടി വെർനിയർ കാലിപ്പർ ഉപയോഗിക്കുന്നു. അതേപോലെ ഇവിടെ എനിക്ക് ഈ സ്ക്വയർ ഹെഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. ഈ പറഞ്ഞ സ്ക്വയർ ഹെഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡെപ്ത് മെഷർ ചെയ്യാനും വേണ്ടിയിട്ടും ഈ ഇൻസ്ട്രുമെന്റിനെ ഉപയോഗിക്കാം. അപ്പം ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഡെപ്ത് മെഷർ ചെയ്യാൻ കൂടെ വേണ്ടിയിട്ട് ഈ ഇൻസ്ട്രുമെന്റിനെ എനിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എസ്. എന്തൊക്കെ ടൈപ്പ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് എനിക്കിത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള ഉത്തരം പറയണം. ഒന്നാമത് ട്രൈ സ്ക്വയർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഈ സ്ക്വയർ ഹെഡിന് എനിക്ക് എന്ത് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി? 90 ഡിഗ്രി ചെക്ക് ചെയ്യാൻ വേണ്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്ലാറ്റ്നെസ്സും 90 ഡിഗ്രി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ സ്ക്വയേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രൈ സ്ക്വയർ ആയിട്ട് എനിക്ക് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ മൈറ്റർ സ്ക്വയേഴ്സ് ആയിട്ട്, അതായത് 245 ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്ന സർഫസുകൾ ജോയിൻ ചെയ്യുന്ന ഉണ്ടാക്കുന്നത് സ്ക്വയേഴ്സിനെയാണ് മൈറ്റർ സ്ക്വയേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറ്റും? ഈ പറയുന്ന സ്ക്വയർ ഹെഡ് ഉപയോഗിച്ചിട്ട് പറ്റും. പിന്നെ ഡെപ്ത് ഗേജ് ആയിട്ട് നേരത്തെ പറഞ്ഞു, ഡെപ്ത് ഓഫ് ദി സ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മുകളിലുള്ള 3 തന്നെയാണ് താഴെയും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ചോദ്യം എങ്ങനെ വരും എന്നനുസരിച്ചിട്ട് ഉത്തരം എഴുതണം. പിന്നെ ഇതിലൊരു സ്പിരിറ്റ് ലെവൽ അറ്റാച്ച് ചെയ്യുന്നത്. സാധാരണ ഇവിടെ ഒരു സ്പിരിറ്റ്, ഇതൊരു ക്ലാമ്പ് ചെയ്തിരിക്കുകയാണ്. ഇതല്ല, ഇവിടെ ഒരു സ്പിരിറ്റ് ലെവൽ അറ്റാച്ച് ചെയ്യാറുണ്ട്. ഇതിന് അറ്റാച്ച് ചെയ്തിട്ടില്ല. പിന്നെ മുകളിൽ ഒരു സ്ക്രൈബറും കാണാൻ വേണ്ടി പറ്റും നമുക്ക്. ഇതിലൊരു സ്ക്രൈബറും കൂടെ ഉണ്ടാവും. അപ്പോൾ സ്പിരിറ്റ് ലെവലിൽ ഉണ്ടാവുന്നത് സാധാരണഗതിയിൽ എന്താണ്? ഒരു സ്പിരിറ്റ് ലെവല് സ്ക്രൈബർ. ശ്രദ്ധിക്കുക, ഈ സ്പിരിറ്റ് ലെവല് സ്ക്വയർ ഹെഡിൽ ഉണ്ട് എന്ന് IT ബുക്കിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ബോത്ത് ഓഫ് ദി എബവ് എന്നുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ സ്ക്വയർ ഹെഡിൽ ഉള്ളത് എന്താണ്, എന്തും കൂടെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പിരിറ്റ് ലെവല് നമ്മൾ ഒഴിവാക്കണം. സ്ക്രൈബർ പറയണം. കാരണം ITയുടെ ബുക്കിൽ ഇല്ല എന്നുകൊണ്ട് തന്നെ. പ്രൊട്രാക്ടർ ഹെഡ്, ഈ കാണിച്ചിരിക്കുന്നതാണ് പ്രൊട്രാക്ടർ ഹെഡ് എന്ന് പറയുന്നത്. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കിംഗ്. പ്രൊട്രാക്ടർ എന്തിനാണ് ഉപയോഗിക്കുക? മാർക്കിംഗ് ആൻഡ് മെഷറിംഗ് ആംഗിൾസ്. അപ്പോൾ ആംഗിൾസ് എത്ര ഡിഗ്രിയാണെന്ന് മാർക്ക് ചെയ്യാനും എത്ര ഡിഗ്രിയാണെന്ന് കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ആക്യുറസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1 ഡിഗ്രിയാണ്. ഇതിലൊരു സ്പിരിറ്റ് ലെവലും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഏതില്? ഈ പറയുന്ന പ്രൊട്രാക്ടർ ഹെഡിൽ.
അതെന്തിനാണ് സ്പിരിറ്റ് ലെവൽ അറ്റാച്ച് ചെയ്യുന്നത് ചോദിച്ചാൽ ജോബ്സിനെ ഹൊറിസോണ്ടലായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടാണ് എന്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, സ്പിരിറ്റ് ലെവൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രോപ്പർലി ഹൊറിസോണ്ടൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. അടുത്തത് സെന്റർ ഹെഡ് എന്ന് പറയുന്നത്. സെന്റർ ഹെഡ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന സാധനമാണ്, ഏറ്റവും അവസാനം ഏറ്റവും വലത് ഭാഗത്തുള്ള സാധനമാണ് സെന്റർ ഹെഡ് എന്ന് പറയുന്നത്. സെന്റർ ഹെഡിന്റെ രണ്ട് ടീത്തുകൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. എന്തിനാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ ലൊക്കേറ്റ് ചെയ്യാൻ, സിലിണ്ടറിക്കൽ ജോബ്സിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്, എലോങ് വിത്ത് സ്റ്റീൽ റൂൾസ്. അപ്പോൾ സിലിണ്ടറിക്കൽ ജോബ് ഇവിടെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു സിലിണ്ടറിക്കൽ ജോബ് വെക്കുകയാണ് എങ്കിൽ ഈ സ്റ്റീൽ റൂളിന്റെ സഹായത്തോടു കൂടി അതിന്റെ സെന്റർ ഇതിന്റെ ഇടയിൽ വെച്ചിട്ട് എനിക്ക് ഇതിന്റെ സെന്റർ കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. എനിക്ക് അതിന്റെ സെന്റർ കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അടുത്ത റൂള്. റൂൾ എന്താണ്? ഒരു ലീനിയർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. നമുക്കത് ഈ കാണിച്ചിരിക്കുന്നതാണ് റൂള്. അത് വ്യക്തമാണ് ഫിഗറും തന്നെ. ഒരു ലീനിയർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അത് ബാക്കി വരുന്ന എല്ലാ ഹെഡ്സിന്റെയും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന സ്ക്വയർ ഹെഡ് ആണെങ്കിലും അതിന് എന്തിന്റെ ആവശ്യമുണ്ട്? റൂളിന്റെ ആവശ്യമുണ്ട്. പ്രൊട്രാക്ടർ ആണെങ്കിലും ഡാറ്റം ഡിഫൈൻ ചെയ്യാൻ എന്താവശ്യമുണ്ട്? റൂൾ ആവശ്യമുണ്ട്. അതേപോലെ സെന്റർ ഹെഡ് ആണെങ്കിലും സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് എന്താവശ്യമുണ്ട്? റൂള് ആവശ്യമുണ്ട്. അടുത്തത് പ്രൊട്രാക്ടർ ആണ്. പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന സാധനമാണ്, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഈ സാധനമാണ് പ്രൊട്രാക്ടർ എന്ന് പറയുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? പ്രൊട്രാക്ടർ എന്ന് പറയുന്നത്. ഇത് ഡിഗ്രീസിലാണ് സാധാരണഗതിയിൽ ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. അതേപോലെ അതിന്റെ അടുത്ത ഡിവിഷൻസ് ആയിട്ടുള്ള സ്മോളർ ഡിവിഷൻസ് ആയിട്ടുള്ള മിനിറ്റ്സിലേക്കും സെക്കൻഡ്സിലേക്കും ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ളതുണ്ട്. ഇത് മോസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത് ഡിഗ്രീസിലാണ്. ഇനി ഇതിന്റെ കൂടെ ഒരു വെർനിയർ സ്കെയിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുകയാണ് എങ്കിൽ ഈ പറയുന്നത് നമുക്ക് 1 ഡിഗ്രി എന്ന് പറയുന്നത് ഏറ്റവും കുറവ് മെഷർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് 1 ഡിഗ്രി എന്നതിനെ 5 മിനിറ്റിലേക്ക് കുറക്കാൻ വേണ്ടി പറ്റും, 5 മിനിറ്റ്സിലേക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വെർനിയർ സ്കെയിൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മിനിമം നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന റീഡിംഗ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ്സ് എന്നായിരിക്കണം നമ്മുടെ ഉത്തരം. അടുത്തത് വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ. PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ എന്ന് പറയുന്നത്. ഇത് ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ഒന്നാമത് വെർനിയർ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ആക്യുറസി ഇതും ചോദിക്കുന്നതാണ്. ഇതും സാധാരണ എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ടാകുന്നതാണ്. ആക്യുറസി 5 മിനിറ്റ്സ് ആണ്. ഇതിന്റെ ആക്യുറസി 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 1/12 ഡിഗ്രി എന്ന രണ്ടും ഉണ്ടാവാം. 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 1/12 ഡിഗ്രി എന്നുള്ളത്. ഇതിന്റെ പാർട്സ് ഈ ഫിഗറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ മെയിൻ പാർട്സ്, ഈ 4 പാർട്ടുകളിൽ 3 എണ്ണമാണ് ശ്രദ്ധിക്കാനുള്ളത്. 1 സ്റ്റോക്ക്, 2 ഡയല്, 3 ബ്ലേഡ്. ഒന്നും കൂടി ഉണ്ട്, നമുക്ക് ഡിസ്ക് എന്ന് പറഞ്ഞ സാധനം കൂടി ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക്, ഡിസ്ക്, ഡയല്, ബ്ലേഡ്, ഈ 4 എണ്ണമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ സ്റ്റോക്ക് ഉണ്ട്, ഡിസ്ക് ഉണ്ട്, ഡിസ്കും ഡയലും ഒരുമിച്ച് കാണാൻ നിൽക്കൂടെ. സ്റ്റോക്ക് ഉണ്ട്, ഡിസ്ക് ഉണ്ട്, ഡയൽ ഉണ്ട്, ബ്ലേഡ് ഉണ്ട്. ഈ 4 എണ്ണമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, അല്ലെങ്കിൽ PSC സാധാരണ ചോദിക്കുന്നത്. അത് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന സാധനമാണ്. ഏറ്റവും താഴെ കാണുന്ന സാധനത്തിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് ഇതിൽ 2 സർഫസുകളാണ്, രണ്ട് പാർട്ടുകളാണ് സർഫസുമായിട്ട് കോണ്ടാക്ട് വരുന്നത്. അതിൽ ഒരു കോണ്ടാക്ടിങ് സർഫസ് ആണ് ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റം സർഫസുമായിട്ടാണ്, അല്ലെങ്കിൽ ഏതിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ മറ്റതിന്റെ ആംഗിൾ മെഷർ ചെയ്യുന്നത്, ആ സർഫസുമായിട്ടാണ് കോണ്ടാക്റ്റിൽ വരുന്നത്. ഏത്? സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതൊരു PSCയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കോണ്ടാക്ട് വിത്ത് സർഫസ് ഫ്രം വിച്ച് ദി ഇൻക്ലിനേഷൻ ഈസ് മെഷർഡ്, അതായത് ഡാറ്റം സർഫസിൽ നിന്നാണ് ഇത് കോണ്ടാക്ട് വരുന്നത്. ഇനി അടുത്തത് ഡിസ്ക് ആണ്. ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ പാർട്ട് ഓഫ് സ്റ്റോക്ക് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതെന്താണ്? ഡിസ്ക് ആണ്. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന സാധനമാണ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്റഗ്രൽ പാർട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. സ്റ്റോക്കിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ഡിസ്ക് എന്ന് പറയുന്നത്. സർക്കുലർ ഇൻ ഷേപ്പ് ആണ്, അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പേര് വന്നിരിക്കുന്നത് ഡിസ്ക് എന്നുള്ളത്. പിന്നെ ഇതിന്റെ എഡ്ജിൽ കാണാൻ വേണ്ടി പറ്റും, ഗ്രാജുവേഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഡിഗ്രീസിൽ ഗ്രാജുവേഷൻസ് കാണാൻ വേണ്ടി പറ്റും ഇതിന്റെ എഡ്ജിൽ. ഇനി ഡയല് ഈ പറയുന്ന ഡിസ്കുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പിവോട്ട് ചെയ്തിരിക്കുകയാണ് ആരെ? ഡയലിനെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയൽ എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്കുമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഡിസ്കുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഡയൽ എന്ന് പറയുന്നത്. അപ്പൊ പിവോട്ടഡ് ടു ഡിസ്ക്, ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് 360 ഡിഗ്രി, 360 ഡിഗ്രി ഈ സാധനത്തിന് തിരികെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതിന്? ഡയലിന് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നത്. വെർനിയർ സ്കെയിൽ ഏതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണെന്ന് PSC ചോദിക്കാറുണ്ട്. വെർനിയർ സ്കെയിൽ ഏതുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഇതാണ് വെർനിയർ സ്കെയിൽ. ഈ കാണിച്ചിരിക്കുന്നതാണ് വെർനിയർ സ്കെയിൽ. വെർനിയർ സ്കെയിൽ ഏതുമായിട്ടാണ്? ഡിസ്കുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത്. വെർനിയർ സ്കെയിൽ ഡിസ്കുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഡിസ്ക് ഈസ് ലോക്ക്ഡ് ടു ദി ഡയൽ ഈസ് ലോക്ക്ഡ് ടു ഡിസ്ക്
ക്ഷമിക്കുക, ഞാൻ പറഞ്ഞത് ഡയലാണ് ഏത് വെർനിയർ സ്കെയിലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഡിസ്ക് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു, ഒന്ന് കറക്റ്റ് ചെയ്യുക. ഡയലാണ് ഏതുമായിട്ട് വെർനിയർ സ്കെയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഡയലിലാണ് വെർനിയർ സ്കെയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഡയൽ ഈസ് ലോക്ക്ഡ് ടു ഡിസ്ക് ഡ്യൂറിങ് മെഷർമെന്റ് എടുക്കുമ്പോൾ ഡയല് ഏതുമായിട്ട് ലോക്ക് ചെയ്യുന്നു? ശ്രദ്ധിക്കുക, മെഷർമെന്റ് എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഷർമെന്റ് റീഡ് ചെയ്യുമ്പോൾ എന്നുള്ളത് ഒന്ന് ഓർക്കുക. അതായത് നമ്മൾ മെഷർമെന്റ് എടുത്തു ഇത്രയാണെന്ന് മനസ്സിലായ ശേഷം നമ്മൾ എന്ത് ചെയ്യും? അവസാനം ലോക്ക് ചെയ്യും. ആര് ലോക്ക് ചെയ്യും? ഡയലിനെയും ഡിസ്കിനെയും നമ്മൾ ലോക്ക് ചെയ്യും റീഡ് ചെയ്യുമ്പോൾ. അടുത്ത ബ്ലേഡ് ആണ്, ദി അതർ കോണ്ടാക്ടിങ് സർഫസ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ബ്ലേഡ് എന്ന് പറയുന്നത്. ബ്ലേഡ് എന്താണ്? ദി അതർ കോണ്ടാക്ടിങ് സർഫസ് ആണ്. അപ്പോൾ എന്തുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്? ഒന്ന് ഡാറ്റമായിട്ടാണെങ്കിൽ മറ്റേ എന്താണ്? ഇൻക്ലൈൻഡ് സർഫസുമായിട്ടാണ്. അപ്പൊ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡാറ്റമായിട്ടാണെങ്കിൽ ഇതെന്താണ്? ഇൻക്ലൈൻഡ് സർഫസുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഇതും PSCയുടെ ഇഷ്ട ചോദ്യമാണ്. കോണ്ടാക്ടിങ് സർഫസ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് സർഫസ് ആണ്. പിന്നെ ഫിക്സഡ് ടു ഡയൽ. അപ്പൊ നമ്മൾ പഠിച്ചത് സ്റ്റോക്കിന് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഡിസ്കിന് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഡയലിന്റെ മുകളിലാണ് വെർനിയർ എന്ന് പറഞ്ഞു. ഡയലുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് ബ്ലേഡ്. ഇനി ഇതിൽ പാരലൽ ഗ്രൂസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇത് പാരലൽ ഗ്രൂസ് ആണ്. ഈ ടിക്ക് ഞാൻ ഇടുന്നത് പാരലൽ ഗ്രൂസ് ആണ്. ഇത് ഈ സാധനം എന്താണ്? ഗ്രൂസ് ആണ്, പാരലൽ ഗ്രൂസ് ആണ്. ലോഞ്ചിറ്റ്യൂഡൽ പൊസിഷനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ പാരലൽ ഗ്രൂസ് ഉള്ളത്. ഏതിലാണ് ഉള്ളത്? പാരലൽ ഗ്രൂസ് ഏതിലാണെന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഏതാണ്? ബ്ലേഡിലാണ്. അപ്പോൾ ഏത് പാർട്ടിലാണ് പാരലൽ ഗ്രൂസ് ഉള്ളത് എന്ന് ചോദ്യം. വെർനിയർ ബീവൽ ഗേജിന്റെ വെർനിയർ ബീവൽ പ്രൊട്രാക്ടറിന്റെ ഏത് പാർട്ടിലാണ് പാരലൽ ഗ്രൂവ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലേഡിലാണ് പാരലൽ ഗ്രൂവ് ഉള്ളത്. പിന്നെ ലോക്കിംഗ് സ്ക്രൂ ഇത് ചോദിക്കാറില്ല. ലോക്കിംഗ് സ്ക്രൂ രണ്ടെണ്ണം ഉണ്ട്. ഈ കാണിച്ചിരിക്കുന്ന രണ്ടെണ്ണമാണ് ലോക്കിംഗ് സ്ക്രൂ എന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ റീഡിംഗ് എടുക്കുമ്പോൾ ഡയലും ഡിസ്കും ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഡയലും ഡിസ്കും ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡയലും ഡിസ്കും ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണത്. അടുത്തത് നമ്മുടെ ഡയലും ബ്ലേഡും അതും ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ബ്ലേഡുമായിട്ട് ഇതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഇതിനെ ഡയലിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന ലോക്കിംഗ് സ്ക്രൂ. അടുത്ത റേഡിയസ് ഗേജ് ആണ്. റേഡിയസ് ഗേജ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് റേഡിയസ് ഗേജ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗേജ് ആണ്. എന്താണ്? ജസ്റ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഗേജസ് എന്താ ചെയ്യുന്നത്? പ്രോപ്പറായിട്ട് നമ്മുടെ എന്താണ് പറയുക, ഗ്രാജുവേഷൻ മാർക്സ് ഒന്നും ഇല്ലാത്തതാണ്, പ്രീഫിക്സ്ഡ് ആയിട്ടുള്ള റീഡിംഗ് ഉള്ളതാണ് അതിന്റെ മുകളിൽ. അപ്പൊ നമ്മൾ ആ റീഡിംഗ് ആണോ ഉള്ളത് അല്ലെങ്കിൽ ആ മെഷർമെന്റ് ആണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഗേജസ് ഉപയോഗിക്കുന്നത്. ഇവിടെ റേഡിയസ് ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഏതൊക്കെ ടൈപ്പ് റേഡിയസ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഇന്റേണൽ റേഡിയസും എക്സ്റ്റേണൽ റേഡിയസും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? റേഡിയസ് ഗേജ് ഉപയോഗിക്കുന്നത്. ഇതിന് വേറൊരു പേജാണ് ഫില്ലറ്റ് ഗേജ്. വേറൊരു പേരെന്താണ്? ഫില്ലറ്റ് ഗേജ് എന്നൊരു പേര് കൂടെ ഇതിനുണ്ട്. ഫില്ലറ്റ് ഗേജ് എന്നുള്ളതാണ് അടുത്തൊരു പേര് ഇതിന്റെ. It is used to check internal and external radius by comparing with the radius of the gauge. അപ്പോൾ ഈ ഗേജിന്റെ മുകളിൽ ഓരോ റേഡിയസ് ഉണ്ടാവും, അത് കമ്പയർ ചെയ്ത് നോക്കും നമ്മൾ. ഇതാണോ അല്ല നെക്സ്റ്റ് ആണോ എന്ന് ഓരോന്ന് എടുത്ത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 mm to 25 mm, അത്രയും റേഡിയസുകൾ നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റീൽ ഷീറ്റ് കൊണ്ടാണ്. വളരെ തിന്നായിട്ടുള്ള സാധനമാണിത്. ഈ ബ്ലേഡുകൾ എന്ന് പറയുന്നത് ഇതാണ് ബ്ലേഡുകൾ. ഈ ബ്ലേഡുകൾ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള സാധനമാണ്. അപ്പോൾ തിൻ ഷീറ്റിനെ കൊണ്ടാണ് അല്ലെങ്കിൽ സ്റ്റീൽ ഷീറ്റിനെ കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? റേഡിയസ് ഗേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത സ്ക്രൂ പിച്ച് ഗേജ് സെയിം തന്നെയാണ്. എന്താണ് ഇവിടെ? പിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ കാണുന്നതാണ് സ്ക്രൂ പിച്ച് ഗേജ് എന്ന് പറയുന്നത്. ചെക്ക് ദി പിച്ച് ഓഫ് ദി സ്ക്രൂ ത്രെഡ്, കമ്പയർ ദി പ്രൊഫൈൽ ഓഫ് ദി ത്രെഡ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്നെന്താണ്? പിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി, ചെക്ക് ദി പിച്ച് ഓഫ് സ്ക്രൂ ത്രെഡ്. രണ്ടാമത് പ്രൊഫൈൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്ക്രൂ പിച്ച് ഗേജ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്രിംഗ് സ്റ്റീൽ കൊണ്ടാണ്. നമ്മുടെ സ്റ്റീൽ റൂൾ ഉണ്ടാക്കിയ അതേ സാധനത്തിനെ കൊണ്ടാണ് സ്ക്രൂ പിച്ച് ഗേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്പ്രിംഗ് സ്റ്റീൽ. അപ്പോൾ അതിനെ ഹാർഡൻ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സാണ് ഹാർഡനിങ് എന്ന് പറയുന്നത്, പഠിക്കും നമ്മൾ. അപ്പോൾ ഹാർഡൻ ചെയ്യുന്നുണ്ട് ഇതിനെ, ഈ സ്പ്രിംഗ് സ്റ്റീലിനെ. ഇതിന് ത്രെഡ് പ്രൊഫൈൽ കട്ട് ചെയ്തിരിക്കുന്നത്, അതായത് പറഞ്ഞിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പ്രൊഫൈൽ ഇരിക്കുന്ന ഈ ലെങ്ത് എന്ന് പറയുന്നത്, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ലെങ്ത് എന്ന് പറയുന്നത് 25 മുതൽ 30 mm വരെ എന്നുള്ളത് ഈ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ത്രെഡ് പ്രൊഫൈൽ കട്ട് ചെയ്യുന്നത് എത്ര പിച്ച് വരെ അത് റീഡ് ചെയ്യാന്നല്ല ചോദിച്ചിരിക്കുന്നത്. ത്രെഡ് പ്രൊഫൈൽ കട്ട് ചെയ്തിരിക്കുന്നത് എത്ര ലെങ്ത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണത്? 25 മുതൽ 30 mm വരെയാണ് ത്രെഡ് പ്രൊഫൈൽ കട്ട് ചെയ്തിരിക്കുന്നത്. പിച്ച് സ്റ്റാമ്പ്ഡ് ഓൺ ഈച്ച് ത്രെഡ്. ഈ കാണുന്നതാണ് ഇതിന്റെ പിച്ച് എന്ന് പറയുന്നത്. ഈ 0.5 എന്ന് പറയുന്നതാണ് ഇതിന്റെ പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിന്റെയും മുകളിൽ
ഓരോ ത്രെഡിന്റെയും മുകളിൽ എന്താണ് ഓരോ സ്പ്രിംഗ് സ്റ്റീലിന്റെ തിൻ ഷീറ്റിന്റെ മുകളിൽ ത്രെഡ് കട്ട് ചെയ്തിരിക്കുന്നതിന്റെ മുകളിൽ എന്താണ് അതിന്റെ പിച്ച് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കാലിപ്പേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് കാലിപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലീനിയർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. കാലിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ലീനിയർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. പക്ഷേ അത് പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് അല്ല, നോൺ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ആണ്. അതൊരു നോൺ പ്രിസിഷൻ ലീനിയർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അത് ഉപയോഗിക്കുന്നത് ഇൻഡയറക്റ്റ് റീഡിംഗ് ആണ്. നമ്മൾ ഡയറക്റ്റ് റീഡിങ്ങും ഇൻഡയറക്റ്റ് റീഡിങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞ സ്റ്റീൽ റൂള് പോലെയാണ്. ഗ്രാജുവേഷൻസ് ഉണ്ടാവും. ഡയറക്ട്ലി നമുക്ക് അതിൽ നിന്ന് എന്ത് കാണാൻ വേണ്ടി പറ്റും, എത്രയാണ് അതിന് ലെങ്ത് എന്ന് കാണാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ എത്രയാണ് അതിന്റെ ഡയമെൻഷൻ എന്ന് നമുക്ക് ഡയറക്ട്ലി ആ ഇൻസ്ട്രുമെന്റ് തന്നെ റീഡ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇൻഡയറക്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മെഷർ ചെയ്തതിന് ശേഷം ഏത് ഒബ്ജക്റ്റിനെയാണോ നമ്മൾ മെഷർ ചെയ്തതിന് ശേഷം ഒരു ഡയറക്റ്റ് റീഡിംഗ് ഇൻസ്ട്രുമെന്റ്, അതായത് സ്റ്റീൽ റൂൾ പോലൊരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന്റെ ലെങ്ത് എത്രയാണെന്ന് കറക്റ്റ് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് എന്തേ കിട്ടുള്ളൂ, ഇത്ര ഉണ്ട് എന്നേ കിട്ടുള്ളൂ. അത് ഇത്ര ആണോ ഒന്നും കിട്ടില്ല. ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നേ കിട്ടുള്ളൂ, ഇത്ര ആണെന്ന് കിട്ടില്ല അതിൽ ഇൻഡയറക്റ്റ് റീഡിംഗിൽ. അപ്പോൾ ഡയറക്റ്റ് റീഡിംഗ് ഇൻസ്ട്രുമെന്റ് വെച്ച് നമ്മൾ മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ പറയുന്നതിന്റെ എക്സാക്ട് സൈസ് നമുക്ക് കിട്ടും. ഇനി ഈ കാലിപ്പേഴ്സിന് രണ്ട് തരത്തിലുള്ള ജോയിന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ കാലിപ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന് ഫേം ജോയിന്റ് എന്നും രണ്ടാമത് സ്പ്രിംഗ് ജോയിന്റ് എന്നും. ഇതാണ് ഒന്നാമത് ഫേം ജോയിന്റ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ റിവറ്റ് ചെയ്യാം, സ്ക്രൂ ചെയ്യാം, നെറ്റ് ബോൾട്ട് ഇടാം, എന്ത് വേണം ചെയ്യാം. ഇതാണ് ഫേം ജോയിന്റ് എന്ന് പറയുന്നത്. ഈ സാധനം ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഒരു ബോൾ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ എന്തല്ല പെർമനന്റ് ആയി ജോയിൻ ചെയ്തിരിക്കില്ല. പകരം എനിക്ക് എന്താണ് ഈ പറയുന്ന നട്ട് ഉപയോഗിച്ചിട്ട് ഇതിനെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഈ സാധനമാണ് സ്പ്രിംഗ്. കേർവ്ഡ് ആയിട്ടുള്ള ഇതാണ് സ്പ്രിംഗ് എന്ന് പറയുന്നത്, കേർവ്ഡ് സ്പ്രിംഗ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ നട്ട് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് വലുതാവും ചെറുതാവുകയും പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് സ്പ്രിംഗ് ജോയിന്റ്. ഇത് സ്പ്രിംഗ് ജോയിന്റ് ആണ്. ഇതെന്താണ്, ഇത് ഫോം ജോയിന്റ് ആണ്. ശ്രദ്ധിക്കുക, ഇതിനെ സ്പെസിഫൈ ചെയ്യുന്ന ലെങ്ത് വെച്ചിട്ടാണ്. ഇത്ര ലെങ്ത് ഉള്ള കാലിപ്പർ എന്നാണ് ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. ഏത് ഡിസ്റ്റൻസ്, ഇതിന്റെ പിവോട്ടിൽ നിന്ന് ലെഗിന് ടിപ്പിലേക്കുള്ള ഡിസ്റ്റൻസ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടുന്ന് എവിടത്തേക്കാണ്, ഇതിന്റെ പിവോട്ടിൽ നിന്ന്, ഇതാണ് പിവോട്ട് എന്ന് പറയുന്നത്. പിവോട്ടിൽ നിന്ന് ഈ പറയുന്ന ഏതിലേക്ക്, ഈ പറയുന്ന ലെഗിന്റെ ടിപ്പിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ കാലിപ്പേഴ്സ് സ്പെസിഫൈ ചെയ്യുന്നത് അതിന്റെ ലെങ്ത് വെച്ചിട്ട്. ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിവോട്ടിൽ നിന്ന് അതിന്റെ ലെഗിന്റെ ടിപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. രണ്ട് ടൈപ്പ് നമ്മൾ രണ്ട് ടൈപ്പിൽ അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തത് അതിന്റെ ജോയിന്റിനനുസരിച്ചിട്ട് ഫോം ജോയിന്റ് എന്നും സ്പ്രിംഗ് ജോയിന്റ് എന്നും പറഞ്ഞു. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ലെഗിനനുസരിച്ചിട്ടാണ്. ഔട്ട്സൈഡ് കാലിപ്പർ എന്നും ഇൻസൈഡ് കാലിപ്പർ എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഇതാണ് ഔട്ട്സൈഡ് കാലിപ്പർ എന്ന് പറയുന്ന സാധനം. ഔട്ട്സൈഡ് കാലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് മെഷർമെന്റിന് വേണ്ടിയിട്ട് ഈ ലെങ്ത് ആണ് ഇപ്പൊ ഈ കാലിപ്പർ മെഷർ ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന എക്സ്റ്റേണൽ ലെങ്ത് ആണ് ഇത്. എത്രയുണ്ട് എന്നുള്ളതാണ് ഈ കാലിപ്പർ മെഷർ ചെയ്തിരിക്കുന്നത്. ഇൻഡയറക്റ്റ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് റീഡിങ് നമുക്ക് ഡയറക്റ്റ് ഈ ലെങ്ത് എത്രയുണ്ട് എന്നുള്ളതാണ് ഈ കാലിപ്പർ ഇപ്പോൾ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്സൈഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് ഏത് ഔട്ട്സൈഡ് കാലിപ്പർ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇൻസൈഡ് മെഷറിംഗ് ഉപയോഗിക്കുന്ന കാലിപ്പറാണ് ഇൻസൈഡ് കാലിപ്പർ എന്ന് പറയും. ഈ പറഞ്ഞിരിക്കുന്നതിന്റെ ഡയ എന്തോ ആയിക്കോട്ടെ, ലെങ്ത് എന്തോ ആയിക്കോട്ടെ, അതാണ് നമ്മളിപ്പോൾ മെഷർ ചെയ്തിരിക്കുന്നത്. ഈ സാധനത്തിന്റെ ഉള്ളിലുള്ള ഈ ഡിസ്റ്റൻസ്, പുറത്തുള്ള ഡിസ്റ്റൻസ് അല്ല, ഉള്ളിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത്. അതാണ് ഇൻസൈഡ് കാലിപ്പർ, ഇൻസൈഡ് മെഷർമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഈ ചാനലിൽ കമന്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടിത് ഷെയർ ചെയ്യുക. താങ്ക് യു.